ഹായ്, ഞാൻ വിചാരിച്ചേ ഞാൻ കുറേ നാളായില്ലേ വീഡിയോയും ഇതൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു വ്ളോഗ് പോലെ ചെയ്യാമെന്ന്, ഒരു ലോങ് വീഡിയോ പോലെ ചെയ്യാമെന്ന്. എനിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന്. കാരണം ഓൾറെഡി ഞങ്ങളുടെ കിബൂസിൽ ഞങ്ങൾ 3-4-5 പേര് കൂടിയിട്ട് പുറത്തുനിന്നൊക്കെ 2-3 പേരും കൂടി വന്ന് ഞങ്ങൾ ഓണം ഓൾറെഡി ആഘോഷിച്ചതാണ്. പക്ഷേ ഇന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടി പറഞ്ഞു അവൾ ഓണാഘോഷം നമുക്ക് ഓണത്തിന് ഫുഡൊക്കെ ഉണ്ടാക്കുക, അവൾ തന്നെ എല്ലാം ചെയ്യാം, നീ വന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അവക്കടെ കൂടെ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന്. അപ്പം ഞാൻ ചോറ് മാത്രമായിട്ടാണ് റെഡിയാക്കണോട്, വാഴയിലയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കുളിച്ച് ഞാൻ അമ്മമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് റെഡി ആവണം. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ പോകെ കാണാം കേട്ടോ. അപ്പം ഞാൻ ഓണത്തിനൊക്കെ റെഡിയായി, എല്ലാം ഓക്കെ ആയിട്ടാണ്. പിന്നെ ഞാൻ പോകാൻ വേണ്ടി പോവാം. അപ്പം ഇന്ന് ഞാൻ എന്താ ഇട്ടേക്കണേന്ന് കാണിച്ചു തരട്ടെ നിങ്ങൾ. ഇന്ന് ഓണം ആഘോഷിക്കാം, ഞങ്ങൾ 2 പേരേ ഉള്ളൂ കേട്ടോ ഓണാഘോഷത്തിന്. അപ്പം ഇതേണ്ട സാരിയാണ് കേട്ടോ ഇന്നത്തെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയാനായിട്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയ മുല്ലപ്പൂവാണ് കേട്ടോ, ടിഷ്യൂ പേപ്പർ വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഞങ്ങൾ 2 പേരും ഓണാഘോഷിക്കാനുള്ളൂ. അപ്പോൾ ഞാൻ സാരിയൊക്കെ കൊടുത്തു. പിന്നെ ഇനി ഞങ്ങൾ 2 പേരും അവിടെ നിന്ന് പോയി ഫുഡൊക്കെ കഴിക്കണം, പൂക്കളമൊക്കെ ഇടണം. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ വാഴയിലയൊക്കെ റെഡിയാക്കി വെച്ചതെന്ന് പറഞ്ഞില്ലേ, വാഴയിലയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും കുറച്ച് പൂക്കളമൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഇനി അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പം ഞങ്ങളിവിടെ വന്നിട്ടാ, ഇവിടെ ഭയങ്കര വർത്താനത്തിലവർ. ഞങ്ങൾ പൂവിടാനൊക്കെ പോവാണ് കേട്ടോ. അപ്പം നമുക്ക് കാണാം. അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഓണപ്പൂക്കളം. ചെറുതായിട്ടൊക്കെ ഒന്ന് ഓണപ്പൂക്കളമൊക്കെ ഇട്ട് ഇനിയിപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. ഒരു ഫിലിപ്പീനി കുട്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇത് അവളുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. വാഴയിലയും ചോറൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം പ്രീതി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാനിവിടെ ചോറ് മാത്രമേ റെഡിയാക്കിയിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ? ഇതേട്ടാ ശർക്കര വരട്ടി, പിന്നെ ചിപ്സ്, അട ഉണ്ടാക്കിയിട്ടുണ്ട്, പരിപ്പ് പായസം, കൂട്ടുകറി, ഇഞ്ചിക്കറി, മാങ്ങാക്കറി, നാരങ്ങ അച്ചാർ, അവിയൽ, സാമ്പാർ. വാവ് പ്രീതി, താങ്ക്സ്. പിന്നെ ക്യാബേജ് തോരൻ, അവിയൽ, പയറ് കായ തോരൻ. അപ്പം ഞങ്ങൾ ഓലനുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. മേക്കപ്പൊക്കെ ഞങ്ങളുടെ അഴിഞ്ഞ് ചാടിയിട്ടാ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ എന്നിട്ടാണ്. ഹാപ്പി ഓണം. ഫുഡ് കഴിച്ചിട്ട് കാണാൻ. നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടാ. അവൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകണം കേട്ടോ. 4 മണി ആവാറായി. അപ്പോൾ ഒന്നും പറയാനില്ല. പ്രീതിക്ക് ഒരുപാട് താങ്ക്സ്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഒരു ഓണം ഫീലൊക്കെ തന്നതിന് പ്രീതിയോട് ഒരുപാട് താങ്ക്സ് പറയുന്നു. അപ്പോൾ എന്താ വേറെ, അപ്പോഴൊക്കെ ബൈ ബൈ.